മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിലെ സ്ഥിതിഗതി മാറ്റമില്ലാതെ തുടരുന്നു എന്ന് ജില്ലാ കലക്ടർ ഹൈക്കോടതിയിൽ അറിയിച്ചു. പലയിടത്തും ഗതാഗതക്കുരുക്ക് തുടരുകയാണ്. നിർമ്മാണത്തിനു വേണ്ടി കുഴിയെടുത്ത സ്ഥലങ്ങളിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടില്ലെന്നും കലക്ടർ റിപ്പോർട്ടിൽ പറയുന്നു. ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ സമയാസമയം പാലിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. അഹമ്മദ് മുസ്തഫ വിവരങ്ങളുമായി ചേരുന്നു. മുസ്തഫ, പണി പൂർത്തിയാകും വരെ ടോൾ വിലക്ക് തുടരുമെന്നാണ് ഇതിനർത്ഥം? അജിംസ്, നേരത്തെ ടോൾ പിരിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ആദ്യമായാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അതായത് ആ വിഷയം അവിടെ നിർത്തിയിട്ടില്ല. പണി പൂർത്തിയാകുന്നതുവരെ ഇതിൽ ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കേസ് പരിഗണിച്ചപ്പോഴാണ് ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പിൽ വന്നത്. എല്ലാ ആഴ്ചയും കേസ് പരിഗണിക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ട് വെക്കുകയും വേണം. ജില്ലാ കളക്ടർ പറഞ്ഞത് എന്തെങ്കിലും സ്ഥിതിഗതികൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ മാറ്റമുണ്ടായതായി തോന്നുന്നില്ല. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയായിരുന്നു. ആ മഴയത്ത് സർവീസ് റോഡുകളിലൊക്കെ ചളിക്കെട്ടും വെള്ളക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, മഴ പെയ്തതോടുകൂടി നേരത്തെ നന്നാക്കി എന്ന് പറയുന്ന സർവീസ് റോഡുകൾ അതിന്റെ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ വീണ്ടും തകർന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ യാത്രക്കാർക്കുണ്ട്. ഒരു വശത്ത് വലിയ കുഴിയെടുത്തിട്ടുണ്ട് ആഴത്തിൽ. യാത്രക്കാർക്ക് സുരക്ഷിതമായി കടന്നു പോകാൻ ഒരു ബാരിക്കേഡ് പോലും സ്ഥാപിച്ചിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. മാത്രമല്ല, ഗതാഗതക്കുരുക്ക് ഇപ്പോഴും പലയിടത്തും തുടരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ മുൻപുണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ ടോൾ പിരിക്കാൻ അനുമതി നൽകിയിട്ടും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒരു വേഗത്തിലുള്ള സവിശേഷമായൊരു ഈ പ്രവർത്തികൾ എക്സ്പെഡിറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. എന്തായാലും അത്തരം സാഹചര്യം ആവർത്തിക്കാൻ പാടില്ല. ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ അത് സമയാസമയം അവിടെ പരിശോധിച്ച് നൽകുന്ന റിപ്പോർട്ടുകളാണ്. അത് പാലിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് ബാധ്യതയുണ്ട് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 2 ആഴ്ചയ്ക്കകം ഈ നിർദ്ദേശങ്ങൾ പാലിച്ച ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുമ്പിൽ വെക്കാൻ ഹൈക്കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കേസ് പരിഗണിക്കും. അന്നേ സമയം ഇപ്പോഴുള്ള സ്ഥിതികളിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്നൊരു കാര്യം ദേശീയപാത അതോറിറ്റി കോടതിയെ അറിയിക്കണം. ഒരു കാര്യം കൂടി, നേരത്തെ നൽകിയ അനുമതി അത് തുടരാൻ ആവശ്യപ്പെട്ടിരുന്നു ദേശീയപാത അതോറിറ്റി. കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അക്കാര്യം നേരത്തെ ഒരു ഇടക്കാല അനുമതിയാണ് ടോൾ പിരിവ് തുടരാൻ അനുവദിച്ചുകൊണ്ട് അതിപ്പോഴും തുടരാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അജിംസ്. ശരി മുസ്തഫ.